മേടമാസത്തിലെ അമാവാസി നാളിൽ മാടായി തിരുവർക്കാട്ടുകാവിൽ ദർശനം നടത്താനെത്തിയത് പതിനായിരങ്ങൾ. കർണാടകയിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ കൂടുതലായും എത്തിയത്. വൻ ഭക്തജന തിരക്കാണ് ശനിയാഴ്ച രാത്രി മുതൽ മാടായിക്കാവിൽ അനുഭവപ്പെട്ടത്. ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ക്ഷേത്രം ജീവനക്കാരും വലഞ്ഞു. ക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം വാഹനങ്ങൾ നിറഞ്ഞ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ഒടുവിൽ പഴയങ്ങാടി പോലീസ് എത്തിയാണ് ഭക്തജനങ്ങളെ നിയന്ത്രിച്ചത്. മേടമാസത്തിലെ അമാവാസി നാൾ മാടായിക്കാവിലെത്തി തൊഴുന്നത് ഏറെ പ്രാധാന്യത്തോടെയാണ് കർണാടകത്തിലെ ജനങ്ങൾ കരുതുന്നത്. ശനി, ഞായർ ദിവസങ്ങളിൽ കർണാടക, ബാംഗ്ലൂർ, കൂർഗ്, കൊടക് തുടങ്ങിയ മേഖലയിലെ ജനങ്ങളാണ് കൂടുതലായും എത്താറുള്ളത്. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാണ് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രദർശനം ലഭിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചരിത്ര സംഭവങ്ങളാണ് മാടായി തിരുവർക്കാട്ട് പത് എന്നറിയപ്പെടുന്ന തിരുവിറയൽകാട്. ദേവിയുടെ തിരുവിറയൽ നിർത്താൻ വേണ്ടി ഭഗവാൻ കൈലാസവാസൻ ഇടതുകാലം നെഞ്ചത്ത് വെക്കാൻ ശ്രമിച്ചപ്പോൾ അത് സാധിച്ചില്ല. ആ കാല് പൊങ്ങി നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് ശൂലം എടുത്തിട്ട് മാടായി തിരുവർക്കാട്ട് ഭഗവതിക്ക് വേണ്ടിയിട്ട് പടുകുന്ത തടാകം ഉണ്ടാക്കിയത്. ഞങ്ങൾ ഒരു 6 മണിക്ക് ഇവിടെ വന്നിട്ട് ഇപ്പൊ 12 മണിയായി. 6 മണി ലൈനിൽ ക്യൂ ഉണ്ടായി, ഭയങ്കര ക്രൗഡ് ഉണ്ടായി. ദർശന ഫുൾ ക്രൗഡ്. 6 മണിക്ക് ക്യൂ, നല്ല അടിപൊളി. നല്ല ഫേമസ് ടെമ്പിള്. അല്ല, ഇന്നലെ ഒരു സൺഡേ അങ്ങനെ ഒരു അമാവാസ ഫുൾ റഷ് ഉണ്ടാവും. പിന്നെ ഫേമസ് ടെമ്പിൾ ഭഗവതി ടെമ്പിളിൽ നമ്മള് ഫേമസ്. ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാത്തത് ഭക്തജനങ്ങളെ വലച്ചു. ഉത്തര കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന മാടായിക്കാവിൽ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കാൻ നടപടി വേണമെന്ന് ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.